നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നാം പറയുന്നത് ഓരോ നക്ഷത്രക്കാർക്കും ധരിക്കാവുന്ന ഭാഗ്യരത്നങ്ങളെക്കുറിച്ചാണ്. ജാതകവശാൽ ഉള്ള ദോഷങ്ങൾ മാറാനും സർവ ഐശ്വര്യത്തിനും ധനവും സമ്പത്തും ഉണ്ടാകുവാനും ഭാഗ്യരത്നങ്ങൾ ഉപയോഗിച്ച് വരാറുണ്ട്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് അടിക്കുകയും കമൻറ്റുകൾ രേഖപ്പെടുത്തണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. പല പ്രമുഖരായ വ്യക്തികളുടെ കൈകളിലും നിങ്ങൾക്ക് കാണാം അവരുടെ ഭാഗ്യരത്നങ്ങൾ ധരിച്ചത്. അതിനാൽ തന്നെ ജീവിത വിജയത്തിന് രത്നങ്ങൾക്കുള്ള പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏത് രത്നമാണ് ധരിക്കേണ്ടത് എന്നത് സാധാരണക്കാർക്കിടയിൽ ഒരു സംശയമാണ്. ചില ആളുകൾ ജനിച്ച നക്ഷത്രത്തിൻ്റെ രത്നം ധരിക്കാൻ ആഗ്രഹിക്കുന്നു. ചിലർ ഏത് ദശയിലൂടെയാണ് വ്യക്തി കടന്നു പോകുന്നത് ആ ദശാനാഥൻ്റെ രത്നം ധരിക്കാൻ ഉദ്ദേശിക്കുന്നു. ചിലർ എല്ലാ രത്നങ്ങളും ചേർന്ന നവരത്നം ധരിക്കുന്നു. ശരിയാവണ്ണം ജാതക പരിശോധന നടത്തി വേണം രത്നങ്ങൾ ധരിക്കുവാൻ. ഇല്ലെങ്കിൽ വീടിനകത്ത് ശത്രുവിന് ആയുധം നൽകുന്ന ഫലമായിരിക്കും ലഭിക്കുക. രത്നക്കല്ലുകൾ സാധാരണ കല്ലുകളേക്കാൾ കട്ടിയുള്ളതും കൂടുതൽ പ്രകാശമുള്ളതുമാണ്. ഓരോ ഗ്രഹത്തിലും പറഞ്ഞിരിക്കുന്ന ആ ഗ്രഹത്തിൻ്റെ രശ്മികളെ ശംസീകരിച്ച് ശരീരത്തിലെത്തിക്കുന്നു. മഹാവിഷ്ണുവിൻ്റെ ശരീരത്തിൽ സഹാര വക്ഷസ്ഥല കൗസ്തുഭശ്രിയാം എന്ന് പറഞ്ഞിരിക്കുന്നത് കൗസ്തുഭം മണി വിഷ്ണു ധരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ രത്നധാരണം ഉണ്ടായിരുന്നു എന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഗ്രഹനില പരിശോധന നടത്തി ശുദ്ധമായ രത്നം ധരിച്ചാൽ തീർച്ചയായും ഫലം ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഓരോ നക്ഷത്രക്കാരും പൊതുവെ ധരിക്കേണ്ട രത്നങ്ങളെ ഒന്ന് മനസ്സിലാക്കാം. എല്ലാവരും ജാതക പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ രത്നങ്ങൾ ധരിക്കാവൂ. എന്നാൽ മാത്രമേ രത്നങ്ങളുടെ ഗുണം നമ്മുടെ ജീവിതത്തിൽ പ്രാബല്യമാക്കാൻ കഴിയുകയുള്ളൂ.